ഞാൻ നേരത്തെ ചോദിച്ചില്ലേ എന്താ ചോദിക്കാത്തേന്ന് ബിഗ് ബോസ്. ജിഷിൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, എന്റെ കൂടെ വർക്ക് ചെയ്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഞാനൊരു ബ്രേക്ക് ആയിപ്പോ. ഞാൻ ആദ്യം കാണുമായിരുന്നു, അത് കഴിഞ്ഞ പുറത്ത് പോയ സമയത്ത് മൗറീഷ്യസിൽ പോയ സമയത്ത് അവിടെ ഹോട്ട്സ്റ്റാർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ കുറെ എപ്പിസോഡ്സ് മിസ്സായി. പിന്നെ നമുക്കത് വീണ്ടും വാച്ച് ചെയ്യുമ്പോൾ കണക്ഷൻ കിട്ടത്തില്ല. അങ്ങനെ ഞാൻ മിസ് ചെയ്തു ഇപ്പോൾ കാണുന്നത്. ഞാൻ വോട്ട് ചെയ്യും. അനുമോൾക്ക് ഭയങ്കര നെഗറ്റീവ് ആണല്ലോ, എന്ത് തോന്നുന്നു? പിന്നെ ബിഗ് ബോസ് എന്നുള്ളത് ചേട്ടാ നമ്മള് സ്ക്രീനിൽ കണ്ടിട്ട് അവളെ ഒറിജിനൽ ക്യാരക്ടർ ആ ഒരു എല്ലാ ഇമോഷൻസും അവിടെ ഉണ്ട്. അത് കാണുമ്പോൾ വരുന്നതായിരിക്കാം. അവളെങ്ങനെയാണ് പൊതുവെ അങ്ങനെയാണ്. നിങ്ങളാണോ കമന്റ് ഇടുന്ന ആള്? അങ്ങനെയൊക്കെ വിളിക്കോ? ഇല്ലേ, ഞാൻ പിആറിന്റെ ഇഷ്യൂ എന്താ? 16 ലക്ഷത്തിന് 16 ലക്ഷം കൊടുത്തതിനെ കുറിച്ച് കഥ ചോദിക്കായിരുന്നല്ലേ? ലൈവ് ഞാൻ കാണാറില്ല. അതിനുശേഷം അനുമോളാണ് പിയാവ് വെച്ചിട്ടാണ് നിൽക്കുന്നതെന്നുള്ള രീതിയിൽ ബാക്കിയുള്ളത് എല്ലാവർക്കും ഉണ്ട് പിയാവ്. പക്ഷേ പുറമെ അനുമോളെ പിയാവ് ഉള്ളതാണ് അവിടെ നിൽക്കുന്നതെന്നുള്ള രീതിയിലാണ്. ഞാൻ അറിഞ്ഞില്ല. എന്നാ ഞാൻ അവളോട് കടം ചോദിച്ചേനെ. എനിക്കറിയില്ലായിരുന്നു അവളുടെ 16 ലക്ഷം ഒക്കെ എടുക്കാണ്ട്. ഞാൻ ചോദിച്ചേനെ അവളുടെ അടുത്ത്. അതെ, കുറച്ച് പറയണല്ലേ, നമുക്ക് അറിയത്തില്ല. ഞാൻ കാണാറില്ല. ഇത് കാണാറുണ്ട് കേട്ടോ, നമ്മുടെ ഇടയ്ക്ക് പ്രമോസ് ഒക്കെ കാണാറുണ്ട് ഏഷ്യനെറ്റിന്റെ. പിന്നെ ഞാൻ കമന്റ് സെക്ഷനിലൊക്കെ അങ്ങനെ പോണ ഒരാളല്ല. എന്റെ ആണെങ്കിലും എന്റെ അക്കൗണ്ടിൽ ഞാൻ നോക്കും. അല്ലാണ്ട് വേറെ നമ്മുടെ വീഡിയോസ് ഒക്കെ വരത്തില്ലേ, ഞാൻ നോക്കത്തില്ല. ഭയങ്കര അറിയല്ലോ നിങ്ങൾക്ക്, എല്ലാവരും നല്ലതായിരിക്കില്ല ഇടുന്നത്. ശ്രീവിദ്യയുടെ വീഡിയോക്ക് മാത്രം ലൈക്ക് ചെയ്യും. രാഹുല് ശ്രീവിദ്യയുടെ വീഡിയോക്ക് മാത്രം ലൈക്ക് ചെയ്യും എന്റെ ചാനലില്. അല്ലല്ല, ഇവരെല്ലായിടത്തും ലൈക്ക് ചെയ്യും. രാഹുലിന് ഞാൻ ഇവന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് കമന്റ്സ് വായിക്കും. നല്ല കമന്റ്സാ. എന്റെ എനിക്ക് കാര്യങ്ങളൊക്കെ തെളിയിടും. ഇവന്റെ നല്ല ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരുടെ? ചേട്ടയാ? കേട്ടിരുന്നോ? സമയം പോലും അറിയില്ല. അങ്ങനൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഓർത്തേ അത് കഴിഞ്ഞപ്പോ ശ്രീവിദ്യ ഈ സംസാരം കേട്ട് വീണ് പോയതാണോ? അതിന് നിർത്തിയോണ്ട് ഞാൻ പറയാം. അങ്ങനെ കേൾക്കാൻ ഭയങ്കര സന്തോഷം. കുറെ ആൾക്കാർ നമ്മൾ ഫോണെടുത്ത് പറയും. ഞാൻ എവിടെയെങ്കിലും കമന്റ് പോയി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കാം നന്നു വന്നില്ലേ എന്നൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. നമുക്ക് ആൾക്കാരൊക്കെ